നമസ്കാരം. ടി വി തുറന്നാൽ ഒക്കെ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ്. ഓരോ അപ്ഡേഷൻ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് തൃശ്ശൂർ പൂരപ്പറമ്പിലെ ഈ കുടമാറ്റത്തിൻ്റെ കമൻട്രി അല്ല. ടി വിക്കാരതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കൃത്യമായ വാർത്തകളല്ലാണ്ട് പ്രക്ഷേപണം ചെയ്യാൻ പാടില്ല. അതായത് കിംവദന്തി, റൂമർ, അത് യുദ്ധം ചെയ്യണ പട്ടാളക്കാർക്കും എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മെൻ്റലി ആയാലും എല്ലാം കൊണ്ടും. പണ്ടൊക്കെ യുദ്ധസമയത്ത് ഉള്ള മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടാവും. അവിടെ മുട്ട കച്ചവടം, മീൻ കച്ചവടം, പാല്, ഇതിനൊക്കെ ലോക്കൽ ആൾക്കാർ വരും. അവരൊന്നും പിന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല, കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യും. കാരണം ഇവർ വന്നിട്ട് ഈ പട്ടാളക്കാരുടെ ഭാര്യമാരോടൊക്കെ കിംവദന്തികൾ പറഞ്ഞു വരുത്തും. ഇപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം ഇന്ത്യൻ പട്ടാളക്കാർ നിരന്ന് നിന്ന് മൂത്രവെച്ച പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന് പണ്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വേറൊരു ടെസ്റ്റ് നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ ഒളിച്ചോടാൻ തുടങ്ങി. അതായത് നമ്മൾ പഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായി, നമ്മൾ കുറച്ച് ദിവസം ക്ഷമിച്ചിട്ടാണ് അങ്ങോട്ടൊരു അറ്റാക്ക് ചെയ്ത് അവിടുത്തെ ഭീകരരുടെ താവളങ്ങൾ അടിച്ചമർത്തി. അതേ സമയത്ത് അവിടെ പാകിസ്ഥാനിൽ വേറൊരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ എന്ന് പറയും. അത് ഇറാൻ്റെയൊക്കെ ബോർഡറിലുള്ളൊരു പ്രവിശ്യയാണ്. അവർ പ്രത്യേക ഒരു കൾച്ചറും തീവ്രവാദികൾ, അവർക്ക് വിഘടനവാദമാണ്. പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്ത അതേ സമയത്ത് അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിനെ ആക്രമിച്ച് ഒരുപാട് സൈനിക പോസ്റ്റുകൾ കീഴടക്കി ഒരു തീവണ്ടി വരെ ഹൈജാക്ക് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്സിൽ ഇത് പ്രധാനം. ഇന്ത്യനെ ഇടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ട് നിന്നാൽ അവിടെ ഭരിക്കണവർക്ക് നിലനിൽപ്പുള്ളൂ. അതിനാണ് ഇവർ ചെലവും കൊടുത്ത് ഈ POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഈ തീവ്രവാദികളെ ചെലവും കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇന്ത്യ എല്ലാ താവളങ്ങളും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണം തകർത്ത് ഇനിയുള്ള ബാലൻസ് ഉള്ളതും കൂടി ഉടനെ തകർക്കും. അതിൻ്റെ ഇടയ്ക്ക് ചിനാബ് നദിയിലെ വെള്ളം തുറന്ന് വിട്ടപ്പോൾ പാകിസ്ഥാനിലേക്ക് നീരൊഴുക്ക് കൂടി. അല്ലെങ്കിൽ തന്നെ അവിടെ മഴ. ഇന്ത്യയിൽ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കൂടിയിട്ടാണ് തുറന്നു വിട്ടതെന്നാണ് ഇന്ത്യ പറയണത്. അതേപോലെ സിന്ധു നദി ജലപ്രശ്നം, അതിൽ പുറം രാജ്യത്ത് ലോകബാങ്ക് ആരും ഇടപെടുന്നില്ല. പാകിസ്ഥാൻ ഒന്നാമത്തെ കുളിച്ചില്ലെങ്കിലും കോണം പരപ്പുറത്തെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ കണ്ണി പൊടിയിടാനാണ് ഇന്ത്യയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തീവ്രവാദമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ആഹാരം ശരിക്കും ഗോതമ്പാണ്. അത് തന്നെ മര്യാദക്ക് തിന്നാൻ കിട്ടില്ല. പണപ്പെരുപ്പം. അവിടെ ഒരു ചെരുപ്പിനൊക്കെ തന്നെ 300 രൂപയൊക്കെ ആവും, ഒരു ഹവായി ചെരുപ്പിന്. പണത്തിന് വിലയില്ല. എല്ലാം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാനാണ് ഇടയ്ക്ക് ഇവന്മാർ ഇവിടെ വന്ന് ചൊറിയണം. ഇപ്പോൾ കുറേ വർഷമായിട്ട് പാകിസ്ഥാനിൽ സമാധാനം പുലരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് സെക്യൂരിറ്റി കുറച്ച് ലൂസായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പണ്ടൊക്കെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാണ്. അതായത് ജമ്മു കാശ്മീർ ആ ഭാഗത്ത് രാത്രിയായ ഒരു ഈച്ച പറൂല, കണ്ണിൻ്റെ ചിത്രം നടക്കില്ല. പട്ടാളക്കാർ റോന്ത് ചുറ്റലും എല്ലാം കൊണ്ടും നേരം വെളുക്കുവോളം. ഞാൻ ഈ ഹൈവേ പോലീസുകാരൊക്കെ ഇവരെ മരത്തല്ല പാലത്തിൻ്റെ വീട്ടിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് ഉറങ്ങണം കാണുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാരുടെ നൈറ്റ് പെട്രോളിങ് ഉറക്കം എന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ജമ്മു കാശ്മീരും റോഡ് ഓപ്പണിംഗ് പാർട്ടിയും എല്ലാ ഗീജർ കൗണ്ടർ, ബോംബ് ഡിറ്റക്ടർ, ഡോഗ് സ്ക്വാഡ്, ഇങ്ങനത്തെ സകലതും പോയി കഴിഞ്ഞാൽ ROP, റോഡ് ഓപ്പണിംഗ് പാർട്ടിയും പോയി കഴിഞ്ഞിട്ടാണ് ആ റോന്ത് ചുറ്റണ ജവാന്മാർ ഒരു ചായ കുടിക്കുള്ളൂ. അത്ര ടൈറ്റായിരുന്നു അവിടെ. ഇപ്പം പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലൂസായെന്ന് സംശയമുണ്ട്. ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ അവിടുത്തെ ഒരു ജനറൽ പ്രസംഗിച്ച്, സർവ്വ സൈന്യാധിപൻ ഇന്ത്യക്ക് നല്ല തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യണ ഒരു പ്രസംഗം ഉണ്ടായി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടായത്. അയാളുടെ പ്രസംഗത്തിന് ചുവട് പിടിച്ച് ഇയാൾ പിന്നെ
പ്രൊവോക്കേഷനായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിനെയൊക്കെ ബങ്കറിൽ ഒളിപ്പിച്ചേക്കാണ്. പക്ഷേ സർവ്വസൈന്യാധിപൻ അറസ്റ്റിലാണെന്നൊരു റൂമറുണ്ട്. അതായത് പട്ടാളത്തിൽ കലാപം ഉണ്ടായി തുടങ്ങി. കാരണം എടുത്താൽ പൊങ്ങാത്ത ചുമടല്ലേ എടുക്കാൻ പോണത്. ഈയാമ്പാറ്റകളെ പോലെ ചാകും പട്ടാളക്കാർ പാകിസ്ഥാനിലുള്ളവർ. അവർക്ക് കുടുംബം ഇതൊക്കെ ഉള്ളതല്ലേ, അവർ കലാപം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ അറസ്റ്റിലായി. അടുത്ത അയാളുടെ താഴെയുള്ള ആളാണ്, ചീഫ് ഓഫ് സ്റ്റാഫാണ് ഇപ്പോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടിരിക്കുകയാണ് പട്ടാളക്കാർ. ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് 1,00,000 പട്ടാളക്കാർ ആയുധം വെച്ച് പാകിസ്ഥാൻ്റെ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയത്. ഇപ്പോൾ പട്ടാളക്കാർ ജീവനും കൊണ്ട് ഓടുക. ആക്രമിക്കാൻ പോകാൻ ധൈര്യമില്ല ഇന്ത്യനാ. ഇവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടണം. ആകാശത്തൊരു മിസൈൽ അയച്ചിട്ട് രക്ഷയില്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങനെ മാലപ്പടക്കം പോലെ മിസൈൽ വീണ് പൊട്ടുകയും ചെയ്യാം. അവിടുത്തെ ഒരു MP മുൻ പട്ടാളക്കാരൻ പാർലമെൻറ്റിൽ നിന്ന് കരയുക. അത്ര ശോചനീയമാണ് അവിടുത്തെ സ്ഥിതിഗതികൾ. നമ്മളോട് ചൊറിയാൻ വന്നതിൻ്റെ അനന്തരഫലം. ഞാൻ പറഞ്ഞല്ലേ, ഇന്ത്യൻ പട്ടാളക്കാരിൽ നേരെ നിന്ന് മൂത്രമൊഴിച്ചാൽ മതി. എനിക്കതിലൊക്കെ അഭിമാനമുണ്ട് അത് പറയാൻ. അവരൊന്നും നമ്മളൊന്നും ചെയ്യില്ല. ചൈന എന്ന് ഇവരും ഫിസിക്കലി സഹായിക്കില്ല. യുദ്ധത്തിൽ വെറുതെ പണം ഇതൊക്കെ ചിലവാക്കി ഇന്ത്യൻ്റെ ശത്രുത പിടിച്ചു പറ്റേണ്ട ഒരാവശ്യം ഇപ്പം ചൈനക്കില്ല. ചൈന ബിസിനസ്സുകാരാണ്. അവർക്ക് ലോകത്തിൻ്റെ വിപണി പിടിച്ചെടുക്കണം. വെടിക്കോപ്പുകളും ആയുധങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ട്. ഇന്ത്യനോട് കയറി അങ്ങനെ മുട്ടൂല. പാകിസ്ഥാൻ്റെ ഒരു പ്രതീക്ഷ അവിടെ ഫാളി. അവർ ആയുധം വിൽക്കുകയാണ് പാകിസ്ഥാന്. അവർ കൊടുത്ത ഇതാണ് മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ ഇന്ത്യ തകർത്ത് തൂഫാനാക്കി. അപ്പോൾ ഈ സംഭവിക്കണ ഇപ്പം എന്താ, അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായി. ബലൂചിസ്ഥാൻ ശരിക്കും ബലൂചിസ്ഥാനികളുടെ കയ്യിലായി. അതിൻ്റെ ക്യാപിറ്റൽ ക്വറ്റ. അതൊക്കെ അവരുടെ അണ്ടറിലായി. അവർ തക്ക നോക്കിയിരിക്കുന്നു. ഇന്ത്യയായിട്ട് അടിക്കണ നേരത്ത് അവിടെ കലാപം ഉണ്ടാക്കി. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഇന്നലെ പറയാത്ത വേറെ കുറേ ടീമുകളുണ്ട് നമുക്ക്. പാരാട്രൂപ്പ് ഭയങ്കര അപകടകാരികളാണ്. അവരൊക്കെ അവിടെ ഇറങ്ങും. അതേപോലെ നേവീൻ്റെ മാർക്കോസ് ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ അന്തർവാഹിനികൾ അറബിക്കടലിൽ എത്തണമുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു ഒറ്റ തുറമുഖം അവിടെ ഉണ്ടാവില്ല. സർവനാശമാണ് അത്. സത്യം പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ, ഒരു കയ്യടി കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തീവ്രവാദികളെ കൊണ്ട് ചൊറിയിക്കൽ. അതായത് പാകിസ്ഥാൻ്റെ ചാരസംഘടന ISI ആണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. പാകിസ്ഥാൻ പട്ടാളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ചൊറിഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ കയ്യടി കിട്ടും. ഇപ്പം കയ്യടിയല്ല, ശരിക്കുള്ള അടിയാണ് കിട്ടി. അതോടെ അമർന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് ഡൽഹിയിൽ വാർത്താ സമ്മേളനമുണ്ട്. വിദേശകാര്യ സെക്രട്ടറിയോ ഡിഫൻസ് സെക്രട്ടറിയോ കാര്യങ്ങൾ വിശദീകരിക്കും. അതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം. നമസ്കാരം.